റോഡ് ബസ് പെർമിറ്റിനെ ബാധിക്കുന്ന തരത്തിൽ വ്യാജ പരാതി നൽകുന്നത് ആലത്തൂർ ബസ് സർവീസിനെ സാരമായി ബാധിക്കുകയാണെന്ന് ആലത്തൂർ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് സി അയ്യപ്പൻ. വ്യാജ പരാതി മൂലം പെർമിറ്റ് പുതുക്കൽ, പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയ കൃത്യങ്ങൾ നടക്കാത്ത അവസ്ഥയാണെന്നും അയ്യപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുവെ ഈ വണ്ടി ലോക്കൽ വണ്ടിയാണ്. ഞങ്ങൾക്ക് ഈ കളർ കോഡ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ നീല ബസ് ഇപ്പോൾ പൊതുവെ വയസ്സായ ആൾക്കാരായാലും ഇപ്പോഴെല്ലാവരും പറയുന്നത് ഈ ചുവന്ന ബസ് കണ്ടാൽ ഉടനെ അതിൽ കയറും, ലിമിറ്റ് സ്റ്റോപ്പ് ബസ്സാണ് വേഗം എത്തും എന്നുള്ളൊരു ധാരണ ഉള്ളൂ. വണ്ടികളൊക്കെ ഒപ്പം എത്തുന്നുണ്ട്. പക്ഷേ അതിനോടാണ് ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് പ്രിയം. അതുകൊണ്ട് എന്താ അറിയുക, ഞങ്ങൾ ഈ ലോക്കൽ ബസ്സിന് ആൾക്കാർ വളരെ കുറവ്. അങ്ങനെ ഈ ബസ് അരിമൂരിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഇയാളെ റിപ്പോർട്ട് ചെയ്തു. ഉടനെ തന്നെ MVD അവിടെ വന്നു ആ വണ്ടിയെ ചാർജ് ചെയ്തു 7500 ഫൈൻ ഈടാക്കി. ഇതൊക്കെ അനുഭവങ്ങളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ബസ് ഉടമകൾക്കുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ ഈ പരാതികൾ നൽകുന്നത്. ഇയാളുടെ ഒരു പൊതുപ്രവർത്തനമോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന നേതാവോ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല. ഇയാളുടെ ലക്ഷ്യം പൈസ. 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ്. ഈ സ്റ്റാമ്പ് പേപ്പറിൽ കുറച്ച് ബസ്സുകളുടെ പരാതികൾ പിൻവലിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് എഴുതുന്നുള്ള എഗ്രിമെൻ്റാണ് ഞങ്ങൾക്ക് തന്നത്. ബസ് ഉടമകൾക്ക് തന്നാണ്. ഇന്ന ബസ്സുകളുടെ നമ്പറുണ്ട്. കാവശ്ശേരി വേപ്പിലശ്ശേരി ജയകൃഷ്ണൻ എന്ന വ്യക്തിയാണ് വ്യാജ പരാതികളുമായി രംഗത്തുള്ളതെന്നും അയ്യപ്പൻ ആരോപിച്ചു.